കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകയില്ല എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളി ചെയ്തു. ആര് മാറിയാലും മറന്നാലും മറക്കാത്തവൻ, മാറാത്തവൻ നമ്മുടെ കൂടെയുണ്ട്. യഹോവയെ ഞാൻ മാറാത്തവൻ, യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുക. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയായിരിക്കുക. നന്ദി പറയാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളൂ. ദൈവാദി ദൈവത്തിന്, രാജാതി രാജാവിന്, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, മരുഭൂമിയിൽ എന്ന പോലെ ആഴിയിലൂടെ തന്റെ ജനത്തെ നടത്തിയവന്, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ നമുക്കിടയാവണം. ആഴിയെ ഉണങ്ങിയ നിലമാക്കിയത് നമ്മുടെ ദൈവമാണ്. എങ്ങനെ അക്കരെ കടക്കുമെന്ന് ചിന്തിച്ച് ജനം ഭയപ്പെടുക മാത്രമല്ല, മോശയോട് ചോദിച്ചൊരു ചോദ്യം, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? എന്നുവെച്ചാൽ അവിടെ വീഴും തീരും എന്ന് അവർ ഉള്ളിൽ തീരുമാനിച്ചു. സഹോദരങ്ങളെ, ദൈവം വിളിച്ചിറക്കിയിട്ട് പുറപ്പെടുവിച്ചിട്ട് നിങ്ങളെ നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ഇന്നും വ്യക്തമായി മനസ്സിലാക്കണം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്. പകുതി വഴിക്ക് കൊണ്ട് നശിപ്പിച്ചു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് എത്ര പേർ മനസ്സിലാക്കും? എത്തിക്കേണ്ടിടത്ത് എത്തിക്കേണ്ട സമയത്തെത്തിക്കുന്ന, ഏത് പ്രതികൂലമുണ്ടെങ്കിലും അതിന്മേൽ ജയം നൽകുന്ന, അനുകൂലമായി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ ദയ തലമുറ തലമുറയോളം ഇരിക്കും. മത്തായി സുവിശേഷം 14 വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യേശു പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് തനിച്ചു പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് അവന്റെ പിന്നാലെ ചെയ്തു. വളരെ ആകാംക്ഷയോടെ, തീഷ്ണതയോടെ കർത്താവിന്റെ അടുക്കലേക്ക് ഒരു സമൂഹം ഓടി വരികയാണ്. അത് മരുഭൂമിയാണ്, നിർജ്ജന പ്രദേശമാണ്. ഇതിന്റെ നടുവിലും കാണേണ്ടവനെ കാണാൻ, കേൾക്കേണ്ടത് കേൾക്കാൻ, അറിയേണ്ടത് അറിയാൻ, മനസ്സിലാക്കാൻ ഒരു സമൂഹം ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയെ നോക്കാതെ, ആഴിയെ നോക്കാതെ, ആഴമെന്ന് ചിന്തിക്കാതെ, പ്രതികൂലമുണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഈ കർത്താവിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിത്വങ്ങളോടാണ് ഇനിയും ദൂത് പറയുന്നത്. അനേക പ്രതികൂലങ്ങളെ ചവിട്ടിമതിച്ച് ജീവിതത്തിൽ വന്ന ചില മരുഭൂമികളുടെ അനുഭവങ്ങൾ, ചൂടേറിയ
സാഹചര്യങ്ങൾ, നിന്ദിക്കപ്പെട്ട അനുഭവങ്ങൾ, ബലം ചോർന്നുപോയ സമയങ്ങളൊക്കെ ജീവിതത്തിൽ വന്നപ്പോഴും എനിക്കെന്റെ കർത്താവ് മതി എന്ന് പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് വന്ന ആരെയും തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ അറിയാതിരിക്കരുത്. അങ്ങനെ അവർ കാൽനടയായി യേശു വന്നിടത്ത് വരികയാണ്. യേശു ഇരുന്നിടത്ത് അവർ വരികയാണ്. പിന്നാലെ ചെന്നു എന്നാണ്. സഹോദരങ്ങളെ, അവിടുത്തെ പിന്നാലെ ചെല്ലാൻ തയ്യാറാകും. യേശുവിനെ അനുഗമിക്കാൻ തയ്യാറാകും. അവിടുത്തെ പ്രവർത്തികൾ വർണ്ണിപ്പാൻ തയ്യാറാകൂ. പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ, സമയങ്ങൾ വേർതിരിക്കൂ. വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തൂ. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ഇനി ശ്രദ്ധിക്കൂ നമ്മുടെ കുറിവാക്യം. അവൻ വന്നു, വലിയ പുരുഷാരത്തെ കണ്ടു. വന്ന ജനത്തെ കാണുന്ന ഒരുവൻ. ജനത്തെ കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങളെ കംപ്ലീറ്റ് കാണുന്നവർ. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അവിടുത്തെ പാദപീഠത്തിങ്കൽ കടന്നു വരുന്ന തന്റെ ജനത്തിൻ്റെത് കാണുക മാത്രമല്ല, അതിന്മേൽ ഒരത്ഭുത പ്രവൃത്തി ചെയ്യാൻ എന്റെ കർത്താവ് ഇന്നും സർവശക്തൻ, ഇന്നും മതിയായവൻ, ഇന്നും വിശ്വസ്തൻ, ഇന്നും വലിയവൻ, ഇന്നും ഇറങ്ങി വരുന്നവൻ. ഇനി ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ, അവൻ പുരുഷാരത്തെ കണ്ടു, അവരിൽ മനസ്സലിഞ്ഞു. കേട്ടോ, ആർക്കും മനസ്സലിവ് തോന്നാത്ത ഇടത്ത്, ആരും മൈൻഡ് ചെയ്യാത്ത ഇടത്ത്, മറന്നുപോയിടത്ത്, മാറ്റമില്ലാത്തവൻ, മതിയായവൻ, മാർവോടണയ്ക്കുന്നവൻ മനസ്സലിയാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവരുടെ രോഗികളെ, ശാരീരിക രോഗം മാത്രമല്ല, മാനസികമായി സംഘർഷം അനുഭവിക്കുന്ന, തകർന്ന് തരിപ്പണമായിരിക്കുന്ന, ആരോടും തുറന്ന് ചർച്ച ചെയ്യാൻ പറ്റാത്ത, ഉള്ളിൽ ഒതുക്കുന്ന, തിങ്ങി വിങ്ങുന്ന ചില സംഭവങ്ങളെ കണ്ടിട്ട് കർത്താവ് പറയും, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളുടെ തലമുറകളെ സൗഖ്യമാക്കും. തകർന്നുപോയ നിങ്ങളുടെ വിഷയത്തെ കർത്താവ് സൗഖ്യമാക്കും. നിവരാൻ കഴിയാത്തതിനെ സൗഖ്യമാക്കും. പൊട്ടിപ്പോയ ചിലതിനെ ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു. കുനിഞ്ഞിരിക്കുന്നതിനെ നിവർത്തുമ്പോൾ തന്നെ തകർന്നതിനെ കർത്താവ് പണിയാൻ പോകുക. എവിടൊക്കെയാണ് തകർന്നത്? കർത്താവും നിങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കും. ഏത് വിഷയത്തിലാണ് നീ രോഗിയായിരിക്കുന്നത്? നിനക്ക് സൗഖ്യമില്ലാതിരിക്കുന്നത്, കുഞ്ഞ് നിനക്ക് സ്വസ്ഥതയില്ലാതിരിക്കുന്നത്, സമാധാനം നഷ്ടപ്പെട്ടത്, സന്തോഷം നഷ്ടപ്പെട്ടത്, വിഷാദിക്കുന്ന വിഷയത്തെ കണ്ട കർത്താവ് മനസ്സ് അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വന്നെങ്കിൽ നിങ്ങളെ വെറുതെ വിടത്തില്ല. കേട്ടോ, നിങ്ങളുടെ വിഷയത്തെ കംപ്ലീറ്റ് ഇന്ന് പകൽ പരിഹരിക്കാൻ നീ ആകുലപ്പെടുന്ന, ഉള്ളിൽ ഭയപ്പെടുന്ന, ശക്തിയെ ചോർത്തി ബലം നഷ്ടപ്പെടുത്തുന്ന വിഷയത്തെ എന്റെ കർത്താവ് കണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. കർത്താവ് മനസ്സലിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ കരമിറങ്ങിയിരിക്കുന്നു. സാധ്യങ്ങൾ ഇന്ന് പകൽ സാധ്യമാകുക. ദൈവപ്രവൃത്തി വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കർത്താവ് മനസ്സലിഞ്ഞ് അവരിൽ രോഗികളെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. അവരുടെ രോഗികളെ സൗഖ്യമാക്കി. സ്തോത്രം. ഇന്ന് പകൽ വന്നവരെ മൊത്തം സൗഖ്യമാക്കുന്ന, അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെ ശക്തീകരിക്കുന്ന, ബലം കൽപ്പിക്കുന്ന, നിനക്ക് വേണ്ടി തുറക്കുന്ന, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ വരിക. കർത്താവ് മനസ്സലിയുക. യേശുവിന്റെ വിഷയത്തെ
നാളുകളായി പഴകിപ്പോയതിന്റെ വിഷയത്തിന്മേൽ അവിടുത്തെ കരമിറങ്ങുക, നസറേന്റെ നാമത്തിൽ അത് സംഭവിക്കുക. റുഗാമ ശക്തി വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യുക. ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോകുക, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. ദൈവാത്മാവിൽ ടച്ച് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനത്തിന്റെ ശക്തി ഈ ജനത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവർ ഏതൊക്കെ വിഷയത്തിൽ രോഗികളാണോ, സൗഖ്യം നഷ്ടപ്പെട്ടോ, സമാധാനം നഷ്ടപ്പെട്ടോ, ഇന്ന് പകൽ അവരെ സൗഖ്യമാക്കുന്ന അടിപ്പിടിന്റെ ശക്തി, മറാത്ത മുറിവ്, പൊറുക്കാൻ കഴിയാത്ത മുറിവ്, മറക്കാൻ പറ്റാത്ത മുറിവുകളെ സ്വർഗം ഇന്ന് പകൽ കെട്ടി അവരെ പുറത്തു കൊണ്ടുവന്ന് ശക്തിയോടെ വിടുതലോടെ ദേശത്ത് അടയാളമാക്കാൻ പോകുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ടുപോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, അടയാളങ്ങൾ ചെയ്യുന്ന ദൈവം, വീര്യം പ്രവർത്തിക്കുന്ന ദൈവം. അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല. ഈ വചനങ്ങൾ അവിടുത്തെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ.